ഹലോ ഗീതാ കോവിത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ വരുണും സുവർണയും കൂടെ നമ്മുടെ രാധികാമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് വരുണ് പറയുന്നുണ്ട് ഗോവിന്ദേട്ടനും ഗീതും കൂടി ചെമ്പകശ്ശേരിയിൽ നിന്ന് ഇറങ്ങി, പക്ഷേ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല എന്ന് പറയണം. എന്നിട്ട് സുവർണ പറയുന്നുണ്ട് അജാസ് ഉള്ളിടത്തോളം കാലം നമ്മളുടെ ഒരു പ്ലാനും നടക്കില്ല, അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, എല്ലാം അവൻ അറിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് അവനെ പുറത്താക്കുകയെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല, കണ്ണനോട് പറഞ്ഞാൽ പോലും പുറത്താക്കില്ല എന്നിങ്ങനെ പറയണം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് സുവർണയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുവർണ പറയുന്നുണ്ട് ഇപ്പം എന്ത് കാര്യത്തിന് നോക്കിയാലും അജാസും ഗീതും കൂടെ ഒരുമിച്ചാണ് എവിടെയും എപ്പോഴും ഉള്ളത്. അവർക്കിപ്പോൾ എന്തും ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി അവർ രണ്ടാളും കൂടെ ചേർത്തൊരു കഥ ഉണ്ടാക്കിയാലോ, അവിഹിതം ഉണ്ടാക്കിയാലോ എന്ന് പറയണം. അപ്പം തന്നെ നമ്മുടെ രാധിക നമുക്ക് ദേഷ്യം പിടിച്ചു. എന്നിട്ട് പറയണം നിർത്തടിക്കുന്നു പറയാണ്. എനിക്ക് ഈ അവിഹിത കഥ ഉണ്ടാക്കലേ ഉള്ളൂ, അതേ വരുള്ളൂ, ഐഡിയ വരുള്ളൂ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് സുവർണ പറയുന്നുണ്ട് അല്ല, ഇവരുടെ ഒരു പ്രായവ്യത്യാസം കൊണ്ട് അജാസിനോടൊരു, അപ്പോൾ ആർക്കാടി പ്രായ വ്യത്യാസം തോന്നുന്നതെന്ന് ഇങ്ങനെ രാധികാമ്മ ചോദിക്കും. കാണുന്നവരെല്ലാം അവരെക്കുറിച്ച് നല്ല മെയ്ഡ് ഫോർ ഈച്ച് അതർ, നല്ല പക്ക കപ്പിളാണെന്ന് പറയുന്നത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ തോന്നുന്നത്, നിൻ്റെ വൃത്തികെട്ട മനസ്സായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. നീ ഒരു അവിഹിത കഥ കിഷോറിനെയും കൂട്ടി ചേർത്തുണ്ടാക്കിയിട്ടാണ് അവരിപ്പോൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. ഇനി ഈ കഥയും കൂടി ഉണ്ടാക്കിയിട്ട് വേണം അവരുടെ കൊച്ചിനെ ഞാൻ താലോലിക്കാൻ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വരുണി ചോദിക്കും അതിനുള്ള സമയമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട് ആർക്കറിയാം ഇപ്പം തന്നെ ഉള്ളിൽ സെറ്റാക്കിയിട്ടുണ്ടോയെന്ന്. അപ്പോൾ എന്നിട്ട് ഫോണ് രാധികാമ്മ കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ വരുണ് സുവർണയോട് പറയുന്നുണ്ട് ഇനി പുറത്തുനിന്ന് കളിച്ചാൽ ശരിയാവില്ല, എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ ഉള്ളിൽ കയറണം. അഥവാ അവർ രണ്ടാളും കൂടെ ഗോവിന്ദേട്ടനും ഗീതവും കൂടെ ഒരു ജീവൻ്റെ തുടിപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പിളർത്ത് കളയാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറണം, അതിനാണ് ഞാൻ കയറുന്നത് ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് അതിന് മുന്നേ രാധികാമ്മ ഇങ്ങനെ വിചാരിക്കും വിജയലക്ഷ്മിയുടെ മോളാണ് രഞ്ജു എന്നുള്ള കാര്യം കണ്ണനെ അറിയണ്ട. ഗീതു എന്തായാലും അത് അജാസിൻ്റെ കയ്യിൽ നിന്ന് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ പ്രിയയെ വെച്ച് തന്നെ കളിക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും. പ്രിയ ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ പ്രിയയും വരുണും കൂടെ ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അതായത് ഇവിടെ ഉണ്ടായിട്ടും ഓഫീസിൽ നിന്ന് അവരിതുവരെ അവരെവിടെയാണ് പോയത്, അവരിവിടെ വന്നില്ലല്ലോ, ഇതുവരെ വന്നില്ലല്ലോ, ഞാനിവിടെ ഉള്ളതല്ലേ, അതെങ്കിലും അവർ ഓർക്കണ്ടേ, എൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു ശ്രദ്ധയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ രേഖ പറയുന്നുണ്ട് അവർ ഓഫീസ് കാര്യത്തിൽ വല്ല തിരക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട് വിനോദ് പറയുന്നുണ്ട് എന്ത് തിരക്കായാലും ഉള്ളതല്ലേ, ഇവളുടെ കാര്യം ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും രാധികാമ്മയും അവിടെ എത്തും. എന്നിട്ട് കാഞ്ചന പറയും ഇപ്പം ഗോവിന്ദേട്ടൻ വേറൊരു കാര്യത്തിലാണ്, രഞ്ജു പാപ്പയാണ് എല്ലാവരും കാട്ടിയും വലുത്, അവളുടെ കാര്യമാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രേഖ പറയുന്നുണ്ട് കാഞ്ചനക്ക നീ വെറുതെ അറിയാത്ത എന്തിനാ അക്ക പറയുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ രാധികാമ്മ പറയും എന്തിനാ രേഖ അവളെ കലമ്പുന്നത്, കാഞ്ചന പറഞ്ഞത് ശരിയല്ലേ, ഇപ്പം നമ്മളെക്കാളൊക്കെ വലുത് രഞ്ജുവിൻ്റെ കാര്യം, അവളുടെ കാര്യമല്ലേ നോക്കുന്നത്, ഇവിടെ നിൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് എനിക്കറിയാമെന്നൊക്കെ രേഖയോട് ചോദിക്കുന്നുണ്ട്. നിൻ്റെ ഭർത്താവ് വരുൺ എവിടെയോ, ഈ വീട്ടിൽ നിൽക്കേണ്ടവനാ അവൻ എവിടെയോ, അവൻ്റെ കാര്യമൊന്നും ശ്രദ്ധയില്ലല്ലോ, അവൻ്റെ ഭാര്യയാണെങ്കിൽ ഇവിടെ സുരക്ഷിതയും. എന്നിട്ട് സാറില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവളിങ്ങനെ ആശ്വസിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പ്രിയ പറയുന്നുണ്ട് എൻ്റെ പ്രസവത്തിൻ്റെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യം ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത്, എന്നിട്ടാണ് എല്ലാവരും ഓർത്തത്. അത് പിന്നെ ഞാൻ പോട്ടെ എന്ന് വെച്ചു, എൻ്റെ കുടുംബക്കാരിലെ തെറ്റ് പറ്റാമെന്ന് വെച്ചിട്ട് ഞാൻ അത് ക്ഷമിച്ചു. പക്ഷേ ഇനിയും അത് പറ്റില്ല, ഞാൻ ഇവിടെ നിന്നല്ലേ അവർ പോയത്, ഞാനിവിടെ ഉള്ള കാര്യം അവർക്ക് അറിയില്ലേ, എന്നിട്ടും എന്താ ഒന്ന് തിരിഞ്ഞു നോക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് പ്രിയ പറയും ഇനി ഞാനിവിടെ നിൽക്കില്ല, ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല, ഇനി എന്നെ കാണേണ്ടവർ അങ്ങോട്ട് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് കണ്ടാൽ മതി, പോവുകയാണെന്ന് പറഞ്ഞിട്ട് വിനോദിനെ വിളിച്ചിട്ട് പോകാൻ നോക്കുവാണ്. അപ്പോഴത്തേക്കും അവർ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്, പുറത്തേക്ക് പ്രിയ പോകുന്നുണ്ട്. നല്ല രേഖയും രാധികാമ്മയൊക്കെ പറയുന്നുണ്ട് പോവല്ല മോളെ, ഞാൻ എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് നീ പോകണ്ടെന്നൊക്കെ രാധികാമ്മ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദും ഗീതും കൂടെ അവിടെ എത്തും. എന്നിട്ട് അവർ പോകാൻ വേണ്ടി സ്റ്റെപ്പ് ഇറങ്ങും. അപ്പോഴത്തേക്കും അവരെത്തിയിട്ട് ഇങ്ങനെ എന്താ മോളെ എവിടെയാണ് പോകുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ലല്ലോ എന്നിങ്ങനെ പ്രിയ പറയും. എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എവിടെയാണ് ശ്രദ്ധ നോക്കാൻ സമയം, എവിടെയാണ് ഗോവിന്ദേട്ടന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. കുറച്ച് ദേഷ്യപ്പെടും. അപ്പോൾ നിൻ്റെ കാര്യത്തിൽ എന്താ മോളെ ഞാൻ ശ്രദ്ധക്കുറവ് വരുത്തിയെന്ന് ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കും. ഏത് കാര്യത്തിൽ ഏട്ടൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്നിങ്ങനെ പ്രിയയും ചോദിക്കും. ഞാനല്ലേ അങ്ങോട്ട് പ്രസവത്തിൻ്റെ കാര്യം കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യം പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ അതിനൊരു പുരോഗതിയും അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. വേണ്ട ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഗീതു അതിലിടപെട്ടിട്ട് പ്രമോയിൽ കാണുന്ന പോലെ തന്നെ ബാഗിൽ നിന്ന് നീ ഇപ്പം ദേഷ്യപ്പെട്ടതൊക്കെ വെറുതെയാണ്, നമ്മൾ എന്തിനാ ലേറ്റായെന്നറിയോ, എന്തുകൊണ്ടാണ് വൈകിയെന്ന് നിനക്കറിയോ, ഇതെന്താണെന്നറിയോ, ഒരു കടലാസ് കാണിച്ചിട്ട് ഇതെന്താണെന്നറിയോ, നിന്നെ പ്രസവത്തിനായി കൂട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ ജ്യോതിഷിൻ്റെ അടുത്ത് പോയിട്ട് എഴുതിച്ച കുറിപ്പായത്, അത് വെറുതെ നോക്കിയിട്ട് എങ്ങനെ പറയും അടുത്ത
അടുത്ത വ്യാഴാഴ്ചയാണ് നല്ല നിന്നെ കൂട്ടിക്കൊണ്ടുവരേണ്ട സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക. അപ്പോൾ അവളിങ്ങനെ ഗോവിന്ദനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല, എപ്പോൾ ഏത് വ്യാഴാഴ്ച എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് പ്രിയ പറയും, സോറി ഏട്ടാ, ഞാൻ അത് ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്, മനസ്സിലാക്കിയില്ല, ഏട്ടൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല എന്ന് വിചാരിച്ചു, ഏട്ടനെ ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സോറി പറയും. അപ്പോൾ ഗോവിന്ദൻ പറയും, ഞാനാ നിന്നോട് സോറി പറയേണ്ടത്, എൻ്റെ തിരക്കുകൾ കാരണം നിനക്ക് വേണ്ടത്ര നിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഞാനാ സോറി പറയേണ്ടതെന്നൊക്കെ പറയും. എന്നിട്ട് വിനോദ് പറയും, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ ഗോവിന്ദേട്ടൻ എന്ത് തിരക്കുണ്ടെങ്കിലും നിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നു, നീ ഏട്ടനെ കുറച്ചും കൂടെ മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെയും പ്ലേറ്റ് മാറും. രാധികാമ്മയും അവിടെ നിന്ന് പ്ലേറ്റ് മാറിയിട്ടുണ്ട്, നീ ഇങ്ങനെ വഴക്ക് പറയില്ലേ, അവർ രണ്ടാളും ഓഫീസിൽ പോയിട്ട് വന്നേല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് പറയും. എന്നിട്ട് ഗോവിന്ദ് പറയും, ഇനി പറഞ്ഞ പോലെ അടുത്ത വ്യാഴാഴ്ച കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം എന്നിങ്ങനെ പ്രിയോട് പറയും. അപ്പോൾ പ്രിയ പറയും, എന്നാൽ ഓക്കെ, വിനോദ് പറയും, എന്നാൽ നമുക്ക് പോവാം, എല്ലാം ഇതായില്ലേ എന്ന് പറയും, തീരുമാനമായില്ലേന്ന്. അപ്പോൾ ഗോവിന്ദ് പറയും, ഇനി പോവണ്ട, ഇന്ന് ഇവിടെ തന്നെ നിന്നു എന്ന് പറയും. അപ്പോൾ രേഖ പറയും, എന്തായാലും ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അന്തി ഉറങ്ങുന്നതല്ലേ നല്ലതെന്ന് പറയും. അപ്പോൾ ഗോവിന്ദ് പറയും, അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, ഇവളെ ഇവിടെ കെട്ടിച്ച് അയച്ചെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല, ഇവളിവിടെ തന്നെ നിന്നോട്ടെ, ഇവയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, നിൽക്കാം, ഒരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പോൾ പ്രിയയും വിനോദിനോട് പറയും, ഇന്ന് എന്തായാലും ഞാൻ കുറച്ചിങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ, അതിന് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് ഇവിടെ തങ്ങാമെന്ന് പറയും. എന്നിട്ട് പിന്നെ അതൊക്കെ അവിടെ കഴിയും, എല്ലാവരും കൂടെ ഉള്ളിൽ പോകും. എന്നിട്ട് രേഖ ഗീതയോട് ചോദിക്കും, ഏത് ജോയിഷരെയാണ് കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഗീതു ഇങ്ങനെ ഗീതാഞ്ജലി ജോയിഷെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ രേഖയ്ക്ക് ഓൾറെഡി പിടി കിട്ടും. എന്നിട്ട് പിന്നെ അതവിടെ കഴിയും. പിന്നെ ഉള്ളിലേക്ക് പോകും ഗീതു. റൂമിലേക്ക് പോകുമ്പോഴത്തേക്ക് ഗോവിന്ദ് കുളിച്ചിട്ട് പുറത്ത് വരും. എന്നിട്ട് പുറത്ത് പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ ഗീതു നിലവിളിക്കും, ഗോവിന്ദും നിലവിളിക്കും. എന്നിട്ട് ഗീതു നേരെ പുറത്തേക്ക് വരും. ആ നിലവിളി കേട്ട് രേഖയും കാഞ്ചനയും മേലെ പോവും. അപ്പോഴത്തേക്കും എന്താ കാര്യം, ഇവിടുന്ന് നിലവിളി കേട്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഗീതു ഇങ്ങനെ, അത് പിന്നെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയതാണ്, അങ്ങനെ ബഹളം വെച്ചാന്ന് പറയും. അപ്പോൾ ഗോവിന്ദേട്ടൻ ബഹളം വെച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ പേടിച്ചാണ്ടിട്ട് അവരും ഗോവിന്ദേട്ടൻ ബഹളം വെച്ചാന്ന് ഇങ്ങനെ പറയും. അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ട് പിന്നെ പോവും. അങ്ങനെ ഗോവിന്ദ് നേരെ പുറത്തേക്ക് വരും, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. എന്നിട്ട് രണ്ടാളും മുഖത്തോട് പോകുന്നൊക്കെ എനിക്ക് ചമ്മലായിരിക്കും. എന്നിട്ട് അറിയാം, ഒരു മാന്യത വേണം, ഡോർ മുട്ടിയിട്ട് വേണം അകത്ത് വരാമെന്ന് ഗോവിന്ദ് പറയും. അപ്പോൾ പറയും, ഞാൻ വിചാരിച്ചില്ലല്ലോ അതിന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു പോലും ഇല്ലല്ലോ. വേറൊരു മാന്യതയിൽ ഡോർ ലോക്ക് ചെയ്തിട്ട് വേണം ടവൽ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. എന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നിട്ട് ഗോവിന്ദ് പറയും, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയും. അപ്പോൾ ഗീത വിചാരിക്കും മറ്റേ ഇഷ്ടമാണെന്ന് പറയണമെന്ന്. അതല്ല, അതായത് നിനക്കും ഇങ്ങനെയൊന്നും പറ്റാണ്ട് നോക്കിക്കോ, കുളി കഴിഞ്ഞ് ഇങ്ങനെയൊന്നും പറ്റാണ്ട്, അതായത് ഇങ്ങനെ എന്നെപ്പോലെ ഇങ്ങനെ പുറത്തേക്ക് വരാണ്ട് നോക്കിക്കോ എന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് ഗോവിന്ദ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗീതു ഇങ്ങനെ, എന്തൊരു വൃത്തിയായിട്ട മനുഷ്യൻ എന്നിങ്ങനെ വിചാരിക്കും. എന്നിട്ട് പിന്നെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അയ്യപ്പേടൻ എൻട്രിയാണ്. അങ്ങനെ രാത്രിയായി, ഒരാൾ പാട്ടും പാടി ഇങ്ങനെ വരുന്നുണ്ട്, ഭക്തിഗാനം പാടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതായത് ഗോവിന്ദും ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കും, രേഖയും കാഞ്ചനയൊക്കെ ആരാ പാട്ട് പാടുന്നതൊക്കെ നോക്കിയിട്ട് വരും. ഗീതവും പുറത്തുനിന്ന് നോക്കും. അങ്ങനെ ആദ്യം നമ്മുടെ ഗോവിന്ദന് മനസ്സിലും അയ്യപ്പേട്ടനാന്ന് പറയും. എന്നിട്ട് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയും, ഓ ഊരദണ്ഡി എത്തിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് പിന്നെ അയ്യപ്പനുള്ളിലേക്ക് വരും. അപ്പോൾ കണ്ണേട്ടൻ മുകളിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഗീതുവിനെ കണ്ടിട്ട് ഗീതു ചോദിക്കും, ആരാ ഈ പാട്ട് പാടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഊരദണ്ഡി വന്നിട്ടുണ്ട്, നമ്മുടെ അയ്യപ്പേട്ടൻ വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അങ്ങനെ എല്ലാവരും കൂടെ താഴെ പോകും, അയ്യപ്പേട്ടനെ കാണും. എന്നിട്ട് അയ്യപ്പേട്ടനെ കണ്ടപ്പോൾ കുറേ നല്ലൊരു മാറ്റം, മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്, ഇങ്ങനെ ഉരുണ്ട് കാണിക്കും. കുടവയറൊക്കെ കൂടിയോന്നൊക്കെ ഇങ്ങനെ ഗീതു ചോദിക്കും. അപ്പോഴേക്ക് രാധികാമ്മ വരും. പക്ഷേ രാധികാമ്മയ്ക്ക് അത്ര വലിയ ഇതില്ല, ഇനി ഇയാളുടെയും കൂടെ ഒരു കുറവേ ഉണ്ടായിട്ടുള്ളൂ, ഇയാളും വന്നോന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് രാത്രിയിലും കുറച്ച് തമാശകളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു സോ മച്ച്.